ശരിക്കും അമ്മുവിന്റെ വിവാഹശേഷമുള്ള ഓർമ്മകൾ നഷ്ടപ്പെട്ടതെന്ന് തന്നെ ഇരിക്കട്ടെ. കവിതയ്ക്ക് എന്താ ഇപ്പോഴും അതിലൊരു സംശയം? ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതില് ശ്രീദേവിക്ക് എന്താ ഇത്ര ടെൻഷൻ? ഇളയമ്മയ്ക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയട്ടെ. ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് പറയുന്നതാ. അമ്മുവിന് ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള വഴികൾ എന്തെല്ലാം കിടക്കുന്നു. അവളുടെ വിവാഹ ഫോട്ടോ കണ്ടെത്തി അവളെ ഒന്ന് കാണിച്ചൂടെ? അതിനു വേണ്ടി ഞാൻ കുറെ പണിപ്പെട്ടതല്ലേ. ആകെ ഉണ്ടായിരുന്ന ആൽബം കയ്യിൽ കിട്ടിയപ്പോഴാ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. അതെവിടെ പോയിന്ന് കണ്ടുപിടിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എത്രയോ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, അവളുടെ വീട്ടിലും ഇപ്പൊ ആരുമില്ല. അവള് നീ ഒന്നിച്ചുള്ള ഫോട്ടോസ് നിന്റെ ഫോണിലില്ലേ? ഞാനത് കാണിച്ചു കൊടുത്തിട്ട് നീ അമ്മുവായി എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാ അവള് വിശ്വസിക്കോ? അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് അവൾക്കത് ഉൾക്കൊള്ളാനാവില്ല. അമ്മുവിന്റെ സ്ഥാനത്ത് ഞാനോ ഇളയമയോ ആണെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് ഓർമ്മയില്ലാത്തൊരു ചിത്രം കാണിച്ചാ നഷ്ടമായ ഓർമ്മകൾ തിരിച്ചു വരുമോ? എങ്കിൽ നമ്മളെല്ലാരും അവള് നേരിട്ട് കാണുമല്ലേ. എന്താ അവള് നമ്മളെ കാണുമ്പോ പഴയതൊന്നും ഓർക്കാത്തത്? അതിനോളം വരുമോ ഒന്നിച്ചു നിൽക്കുന്നൊരു ഫോട്ടോ? നിന്റെ സഞ്ജുവിന്റെ വിവാഹ ആൽബം അതിന്റെ വീഡിയോ കാണിച്ചു കൊടുത്താലോ? സഞ്ജു അവളുടേതല്ല, നിന്റെ ഭർത്താവാണെന്ന് അവക്ക് മനസ്സിലാവില്ലേ? അമ്മേ, പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തൊക്കെ അമ്മ ഓർക്കാതെയാണ് ഈ പറയുന്നത്. അവളുടെ ഭർത്താവ് ശ്രീകുട്ടിയെ കൂടി വിവാഹം കഴിച്ചെന്നേ അവള് കരുതൂ. അമ്മൂനത് താങ്ങാൻ കഴിയോ? അതെയോ? ശ്രീദേവിക്ക് ആരാണാവോ ഈ അമ്മു? അയ്യോ, അവള് താങ്ങിയില്ലെങ്കിൽ ശ്രീദേവിയുടെ മനസ്സ് പൊള്ളിപ്പോവോ? അന്തസ്സും ആഭിജാത്യമുള്ള ഒരു കുടുംബം ഇത്. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നൊരു പെണ്ണ് ഓർമ്മ പിശക് കൊണ്ടോ മാനസിക വിഭ്രാന്തി കൊണ്ടോ ആ വീട്ടിലെ പയ്യനാണ് അവളുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെന്താ ചെയ്യാ? മറ്റു വീട്ടുകാരായിരുന്നെങ്കിൽ നാലാളറിയാതെ കൊന്ന് കുഴിച്ചുമൂടിയനെ. മകൻ ശ്രീദേവിയുടേതല്ലേ, ശ്രീദേവിക്കൊരു ലജ്ജയും തോന്നില്ലേ? അതോ ഇനിയിപ്പോ ഇതും ഒരു പൊന്തുവലാണെന്ന് കരുതുന്നുണ്ട്? ബെസ്റ്റ് അമ്മ തന്നെ. പറഞ്ഞു നീ എവിടേക്കാ കയറി പോന്നത്? ശ്രീദേവി എന്ത് ചെയ്യാന്? അവൻ താലി കെട്ടിയ പെണ്ണല്ലേ ഈ നിൽക്കുന്ന. എല്ലാവരും കൂടെ അങ്ങ് അനുഭവിച്ചോ, അല്ലാതെ ഇപ്പൊ എന്തു പറയാനാ? അമ്മൂനെ തള്ളിക്കളയാൻ എന്തായാലും നമുക്ക് പറ്റില്ല. അവളെ ഇതിന്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പറ്റില്ല. അവൾ എവിടെങ്കിലും പോയി ജീവൻ ഒടുക്കിയ അതിന്റെ പാപവും ശിക്ഷയും കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതെ, അമ്മുന്റെ കഴുത്തിൽ താലി കിട്ടിയ ഒരാളുണ്ടല്ലോ, സഞ്ജയ്. അയാളെ കൂട്ടിക്കൊണ്ട് വരാനുള്ള വഴിയാ നമ്മൾ നോക്കേണ്ടത്. ഞാനും അത് തന്നെയാ മോളെ പറയുന്നത്. അവൻ വന്നാൽ അമ്മുവിന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ തിരിച്ചു വന്നില്ലെങ്കിലും അവനെ തിരിച്ചറിയാതിരിക്കുവോ? എന്റെ മുൻ ചെയ്തതിനുള്ള ശിക്ഷ അവൻ തന്നെ അനുഭവിച്ചല്ലേ തീരൂ. ഒപ്പം അവൾക്ക് നിലവിളക്ക് കൊടുത്ത് വീട്ടിൽ കയറ്റിയ ഞാനും. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ്, ഇതൊരു രോഗമേ അല്ല. ഞാൻ ലക്ഷ്മിയോട് വിശദമായി സംസാരിച്ചു. ഓർമ്മ വെച്ച നാൾ മുതൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ മുത്തശ്ശിയും അവരുടെ ഏട്ടൻ കുഞ്ഞൂട്ടനും മറ്റൊരു ഏട്ടൻ്റെ മകൻ നന്ദൂട്ടനും
ലക്ഷ്മിയുടെ മനസ്സിലുണ്ട്. പിന്നീടുള്ള ഒരു വർഷക്കാലം മനസ്സിൽ നിന്ന് ബ്ലാങ്കായി വെള്ളക്കടലാസ് പോലെയായിരുന്നു. അവൾ പിന്നീട് ഓർക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലെത്തിച്ചേർന്ന നിമിഷങ്ങളാണ്. അവൾക്ക് സംഭവിച്ചിരിക്കുന്നത് റെട്രോഗ്രേഡ് അമീഷ തന്നെയാണ്. കഴിഞ്ഞുപോയ കാലത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുക. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തൊട്ടു മുമ്പുള്ള കാലമാണ്. എന്നിരുന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലതൊക്കെ മങ്ങിയ നിഴൽ രൂപങ്ങളായി മനസ്സിലേക്ക് വരാം. അങ്ങനെ എന്തെങ്കിലും സാധ്യത കിട്ടിയാൽ നമുക്കതിൽ പിടിച്ചു കയറാം. അല്ലാതെ ഓർമ്മപ്പെടുത്തി എടുക്കാൻ കഴിയില്ലേ? അതെങ്ങനെ കഴിയും? ഇന്നലെ നടന്ന സംഭവങ്ങൾ പ്രഭയ്ക്ക് ഓർക്കാൻ കഴിയും. നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇന്ന് പറയാൻ പ്രഭയ്ക്ക് കഴിയൂ? അതുപോലെ തന്നെയായി ഇതും. അവളുടെ കഴിഞ്ഞ സംഭവങ്ങൾ നിരന്തരം പറഞ്ഞ് അവളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായി മാറും. അല്ല, പറയാതെ തന്നെ ഓർമ്മപ്പെടുത്തലിലേക്ക് അവളെ കൊണ്ടുപോയിക്കൂടെ? ഉറപ്പായും. അവൾക്ക് പ്രിയപ്പെട്ട ചില വസ്തുക്കൾ, ഭക്ഷണങ്ങൾ, പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, പ്രിയപ്പെട്ടവരുമായുള്ള സമ്പർക്കം, ഒരു മുൻവിധിയും കൊടുക്കാതെ അതവളെ പരിചയപ്പെടുത്തണം. നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ അവളുടെ മനസ്സ് അതിന്റെ പിന്നാലെ പൊയ്ക്കൊള്ളും. അവൾക്ക് പ്രിയപ്പെട്ടവരെന്ന് പറയുന്നവരൊക്കെ അവൾക്കൊപ്പം തന്നെ ഉണ്ട്. തൽക്കാലം അവളുടെ സന്തോഷത്തെയും ചിന്തകളെയും തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവരുത്. പതിയെ പതിയെ അവളുടെ മനസ്സിൽ നിന്ന് നഷ്ടമായ ഓർമ്മകൾ തിരികെ വരും. ഇതിന് പ്രത്യേക ചികിത്സയൊന്നുമില്ല. ഓർമ്മകൾ മെച്ചപ്പെടുത്താൻ സൈക്കോതെറാപ്പി സഹായിച്ചേക്കും. നമുക്ക് ആ വഴിക്കൊന്ന് നീങ്ങാം. കാവേരി ചിന്ത ഇവിടെ? എനിക്ക് തിരുമേനിയെ കണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദിനേശന്റെ തറവാട്ടിൽ പോണെന്ന് പറഞ്ഞ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അല്ല, ദിനേശ് ചേട്ടൻ എവിടെ? ബാംഗ്ലൂരിലേക്കെന്ന് പറഞ്ഞു പോയതാ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞേ വരൂ. ചിലപ്പോ അതിലും കൂടും. എന്താ കാവേരിച്ചി, ലച്ചുവിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ആണോ? അതെ. തിരുമേനി തിരക്കിലല്ലെങ്കിൽ ഒരല്പസമയം കാണാൻ അനുവദിച്ചു തരുമോ? അതിനെന്താ, കാവേരിച്ചി വാ, മുത്തച്ഛൻ പൂമുഖത്തുണ്ട്, ഇപ്പൊ തന്നെ കാണാം. എന്തൊരു ചൂടാവാര്യരെ. മരങ്ങളൊക്കെ ഇല്ലാതായില്ലേ തിരുമേനി, അതാ ഇത്രയും ചൂട്. ഇയാള് മംഗലശ്ശേരിന്നല്ലേ? കല്യാണത്തിന് കണ്ട ഓർമ്മയുണ്ട്. അതെ തിരുമേനി, സഞ്ജുവിന്റെ ഇളയ അപ്പച്ചിയാ. അകത്തേക്ക് ഇരിക്കാം. വേണ്ട തിരുമേനി, ഞാൻ ഇവിടെ നിന്നോളാം. ലച്ചുവിനെ പറ്റി ചില കാര്യങ്ങൾ മുത്തച്ഛനെ അറിയിക്കാനാ കാവേരി ചേച്ചി വന്നത്. എന്താ പറയാനുള്ളത്? അവൾ അവന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നില്ലേ അവിടെ? അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. അവളെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ അവളോട് ചെയ്യുന്ന മഹാപാപമായിരിക്കും അത്. ചികിത്സ നടക്കല്ലേ? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് ഇങ്ങനെ ഒരു വിധി വരാനുള്ള കാരണം എന്റെ ഭർത്താവാ. ദിനേശ് ചേട്ടന് അതിലെന്താ പങ്ക്? എന്റെ മുന്നിൽ വെച്ചല്ലേ ലച്ചു തലകെട്ടി വീണത്. അവൾക്ക് ആ തലചുറ്റൽ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞത്. സ്വന്തം ഭർത്താവിനെ പറ്റി ഒരു ഭാര്യയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത്. വഴിവിട്ട ജീവിതം നയിച്ചവനാ എന്റെ ഭർത്താവ്. ചെയ്യാത്ത വൃത്തികേടുകളൊന്നുമില്ല. അക്കൂട്ടത്തിൽ ലക്ഷ്മിയും ഇരയായി.
ചോര വാർന്ന് മണിക്കൂറുകളോളം ലക്ഷ്മി അവിടെ കിടന്നെന്നാ കേട്ടത്. ഒരു സിസ്റ്ററാ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവള് മരിച്ചു പോകേണ്ടതായിരുന്നു. അല്ല, ഇതൊക്കെ സഞ്ജുവിനും സ്വാതിക്കും അറിയോ? ആരോ അവളെ അടിച്ചിട്ടിട്ട് ബാഗ് കവർന്നു എന്നല്ലാതെ ദിനേശേട്ടനാണെന്ന് അറിയില്ല. ഇതൊന്നും എനിക്ക് അവരോട് പറയാനും കഴിയില്ല. മനസ്സിലിട്ട് ഉരുകിയാ ഞാൻ ജീവിക്കുന്നത്. തിരുമേനിയിൽ വിശ്വാസം അർപ്പിച്ച ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഒരു സംശയവും വേണ്ട. അവൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന തലവേദനയും തലചുറ്റലും ശിരസിലേറ്റ ആഘാതം കൊണ്ട് തന്നെയാ. ഇപ്പൊ ചികിത്സിക്കുന്ന ഡോക്ടറോട് നിങ്ങളത് പറയണം. എനിക്കിത് പറയാൻ കഴിയില്ല തിരുമേനി. എന്റെ ഭർത്താവ് പിന്നെ എന്റെ കൂടെ കാണില്ല. ഇപ്പൊ തന്നെ ആ മനുഷ്യൻ ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് ആത്മഹത്യയുടെ വക്കില. ആര്? ആ അധമനോ? ക്ഷമിക്കണം തിരുമേനി. ലക്ഷ്മി വീട്ടിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ ഭാഗ്യങ്ങളിലൊന്നാ എല്ലാരും പഴി പറഞ്ഞ ദിനേശേട്ടനെ മാറ്റിയെടുത്തത്. അത് മാത്രമല്ല, ഒരു കുഞ്ഞിക്കാല് കാണാൻ വർഷങ്ങളായി കാത്തിരുന്ന ഞങ്ങൾക്ക് ആ മഹാഭാഗ്യവും നേടിത്തന്നത് ലക്ഷ്മിയാ. പെരുവണ്ണാപുരത്ത് അമ്മയ്ക്ക് മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി അവള് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമാ എന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നത്. എനിക്കവള് മകള് തന്നെയായിരുന്നു. ഞാൻ അവളുടെ നാട്ടിലും വീട്ടിലും പോയിട്ടുണ്ട്. ഒരിക്കലും സഞ്ജുവിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത കുട്ടി അവള്. മറ്റുള്ളവരുടെ മുന്നിൽ അവള് മോശക്കാരിയാകുന്നത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല. അത് സഹിക്കാനാവാതെയാ സത്യത്തിൽ എന്റെ ഭർത്താവ് നാട് വിട്ട് മാറി നിൽക്കുന്ന. തിരുമേനിക്ക് മാത്രമേ അവളെ ചികിത്സിച്ച് പഴയ ലക്ഷ്മിയാക്കി മാറ്റാൻ പറ്റൂ. ഞാൻ പറഞ്ഞ അറിവ് വെച്ച് തിരുമേനി അവളുടെ ചികിത്സ ഏറ്റെടുത്താൽ അവള് പഴയ അമ്മ ആവും. ലച്ചുവിനെ ഏതോ വലിയൊരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്ന വിവരം സഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അല്ല, സ്കാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ബോധ്യമാവും. ശ്രീകുട്ടിയുടെ കാര്യത്തിലും എന്ത് പരിഹാരം ഡോക്ടർക്ക് കണ്ടെത്താനായത്? കാലുകൾ മുറിക്കാൻ അവര് പറഞ്ഞില്ലേ? തിരുമേനി അവളെ നടത്തിച്ചു. ഇവിടം കൊണ്ടേ ലക്ഷ്മിക്ക് സുഖപ്പെടാനാകൂ. സുഖപ്പെടുത്താൻ ലച്ചുവിന് ഒരു അസുഖവുമില്ല. അവളൊരു രോഗിയല്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ജീവിക്കുന്ന അതേ മാനസികാവസ്ഥയിലാണ് അവളും ജീവിക്കുന്നത്. നിങ്ങളിപ്പോ തിരിച്ചു വയ്ക്കുള്ളൂ. ഡോക്ടർ പറയുന്നത് എന്താണെന്ന് അറിയട്ടെ. ലച്ചുവിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നത് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയെന്നതിനെ ആശ്രയിച്ചായിരിക്കും. അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയ ഓർമ്മകളെല്ലാം അവളെ വേട്ടയാടിയ ഓർമ്മകൾ മാത്രമാണ്. വീണ്ടും എന്തിനാ അവളെ അത് ഓർമ്മപ്പെടുത്തണം? നിങ്ങളിപ്പോ പൊയ്ക്കോളൂ. തൽക്കാലം ലച്ചുവിനെ രോഗിയായി കണ്ട് ചികിത്സിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാവേരി ചേച്ചി ഇപ്പൊ വാ. മുത്തശ്ശൻ തീരുമാനം മാറ്റില്ല. ഇപ്പൊ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വല്ലതും തോന്നുന്നുണ്ടോ? അമ്മ എന്തൊന്നും പറയത്തെ? മടുത്തു. രാവിലെ മുതൽ ഓരോരോ ഡോക്ടർമാരുടെ മുറികൾ കയറി ഇറങ്ങുക. നീ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോ. എനിക്കിനി വയ്യ. ഹോസ്പിറ്റലിൽ വന്ന നിലയ്ക്ക് ടെസ്റ്റുകളെല്ലാം നടത്താതെ പോകാൻ പറ്റില്ല. അമ്മ കുറച്ചുകൂടി ക്ഷമിച്ചേ പറ്റൂ. വാ അമ്മേ. അത് അമ്മു അല്ലേ? ആ, അവളിപ്പോ ലച്ചുവാ. നിക്ക്. ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ. എന്താടാ മോനെ,
രണ്ടാം കെട്ടുകാരി വീട്ടിലെത്തിയപ്പോ ഒന്നാം കെട്ടുകാരിക്ക് വിശേഷമായോ? മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളൊരു സ്ത്രീയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഓങ്ങി വെച്ച് ചെവിടത്തൊന്നും തരും ഞാൻ. സഞ്ജുട്ടാ, എന്താ സഞ്ജുട്ടാ? മോളെ ലച്ചു, മോൾക്ക് എന്നെ മനസ്സിലായില്ലേ? ദേ വല്യമ്മ ചൂട് ചായ കാലിലൊഴിച്ച കാര്യം മുത്തശ്ശി മരുന്ന് വെച്ചത് മോള് പറഞ്ഞു കേട്ടപ്പോ ഈ മുത്തശ്ശി എന്തോരം കരഞ്ഞു. മുത്തശ്ശി, മുത്തശ്ശി, ഇപ്പൊ മുത്തശ്ശിയെ മോൾക്ക് ഓർമ്മ വന്നോ? മുത്തശ്ശി ഞാൻ മറക്കോ? അയ്യോ മുത്തശ്ശി. മുത്തശ്ശി എവിടെയായിരുന്നു? മുത്തശ്ശി ഞാൻ പിന്നെ കണ്ടതേയില്ല. ഞാൻ മോളെയും കണ്ടില്ല. സഞ്ജുട്ടാ, ലച്ചു. അയ്യോ അയ്യോ മോളെ, എന്താ മോളെ? എന്താ പറ്റി? കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ലച്ചു, ലച്ചു, മോളെ ലച്ചു, ലച്ചു, ലച്ചു. അയ്യോ എന്താ മോനെ, മോക്കെന്താ പറ്റിയേ? അവൾക്ക് തിരിച്ചറിവ് വന്നു. അങ്ങളെ അങ്കിൾ ഡോക്ടറെ വിളിക്ക്. ലച്ചു, ലച്ചു, അമ്മേ വാ, ലച്ചു, വാ, ലച്ചു, വരാൻ. ലച്ചു. വെള്ളം തെളിക്ക്. കയ്യിലേക്ക് ഒഴിച്ചേ. ലച്ചു, ലച്ചു, വാ അമ്മേ. എന്താ അവൾക്ക് പറ്റിയത്? ദേ നമ്മൾ ഇനി ഇവിടെ നിൽക്കണ്ട. അമ്മ വാ. നീ എന്താ ഈ പറയുന്നത്? പോകാനോ? നമ്മൾ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ലമ്മേ. കൂടുതലൊന്നും അമ്മ ചോദിക്കാൻ നിൽക്കണ്ട. വന്നേ, വാ. എന്താ പ്രഭേ? ഡോക്ടർ, പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം ഉണ്ടായി. ലക്ഷ്മിക്ക് ഓർമ്മ നഷ്ടമായ സമയത്ത് അടുപ്പമുള്ള ഒരു സ്ത്രീയെ ഇവിടെ വെച്ച് കണ്ടു. അവരോട് തിരിച്ചറിയുന്ന രീതിയിലാണ് അവൾ ബിഹേവ് ചെയ്തത്. ഓ വെരി ഗുഡ്. പക്ഷേ ഉടനെ അവള് അൺകോൺഷ്യസ് ആയി വീണു. ആ പ്രഭ വരൂ. സഞ്ജു, അമ്മ എവിടെ? അവളെ ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. ബോധം തെളിഞ്ഞിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ സ്ത്രീയെ അന്വേഷിച്ചാ വന്നത്. ദക്ഷയുടെ അമ്മേ. അല്ല, അവരവിടെ? ദക്ഷ അവരെയും കൊണ്ട് കടന്നു കളഞ്ഞായിട്ടാ തോന്നുന്നത്. ആ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. പക്ഷേ ഞങ്ങളുമായി അവരത്ര നല്ല ബന്ധത്തിലല്ല. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഒരു മുത്തശ്ശി ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോയതാ. ലക്ഷ്മിയുടെ മുത്തശ്ശിയാണോ അവർ? അല്ല ഡോക്ടർ, ആ സ്ത്രീയോട് ഒരു ആത്മബന്ധം തോന്നി ഒരു ശരണാലയത്തിൽ നിന്ന് ലക്ഷ്മി അവരെ കൂട്ടിക്കൊണ്ടു വന്നത്. അവളുടെ മുത്തശ്ശിയുടെ സ്ഥാനത്താ അവൾ അവരെ കണ്ടത്. ലക്ഷ്മി എന്നോട് പറഞ്ഞത് വെച്ച്
ഞാൻ മനസ്സിലാക്കുന്നത് അവളുടെ മുത്തശ്ശിയുമായി ഡീപ്പായ ഒരു ബന്ധം അവർക്കുണ്ടെന്നാണ്. അവളെ വളർത്തിയതും മറ്റുള്ളവരുടെ അധിക്ഷേപത്തിൽ നിന്നും ശാരീരിക പീഡനത്തിൽ നിന്നും അവളെ പ്രൊട്ടക്ട് ചെയ്തത് മുത്തശ്ശിയാണ്. ആ ബന്ധമാണ് ലക്ഷ്മിയെ നിങ്ങൾ പറഞ്ഞ സ്ത്രീയുമായി അടുപ്പിച്ചത്. നമുക്കിത് പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. ആ സ്ത്രീയുമായുള്ള സമ്പർക്കം ലക്ഷ്മിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയ പല ഓർമ്മകളെയും തെളിയിച്ചു കൊണ്ടുവരാൻ കഴിയും.